ബ്ലെൻഡറിലെ ഒരു ഫ്രീ ആഡ് ഓൺ ആണ് ബിൽഡിംഗ് ടൂൾസ്. ബിൽഡിംഗ് ടൂൾസ് ഉപയോഗിച്ച് മനോഹരമായ ഒരു വീടുണ്ടാക്കാം. ബിൽഡിംഗ് ടൂൾസ് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി ഗൂഗിളിൽ സെർച്ച് ചെയ്യാം. ബിൽഡിംഗ് ടൂൾസ് ആഡ് ഓൺ ബ്ലെൻഡർ. ക്ലിക്ക് ചെയ്യാം. ഇവിടെ ബിൽഡിംഗ് ടൂൾസ് ജെറ്റ് ഹബ്ബിൽ നിന്ന് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. അവിടെ ക്ലിക്ക് ചെയ്യാം. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വേർഷൻ തന്നെ ഉണ്ട്. അവിടെ ക്ലിക്ക് ചെയ്യാം. ബിൽഡിംഗ് ടൂൾസ് ഇവിടെ സിപ്പ് ഫയൽ ഉണ്ട്. ഇവിടെ ക്ലിക്ക് ചെയ്യാം. ഇവിടെ ക്ലിക്ക് ചെയ്ത സമയത്ത് തന്നെ ഇവിടെ ഡൗൺലോഡ് ആകുന്നുണ്ട്. അതിനുശേഷം ബ്ലെൻഡർ ഓപ്പൺ ചെയ്യാം. എഡിറ്റ്, പ്രിഫറൻസ്, ഇവിടെ ആഡ് ഓൺ ഉണ്ട്. ഇൻസ്റ്റാൾ ക്ലിക്ക് ചെയ്യാം. ഡൗൺലോഡ്സ് എടുക്കാം. ഇവിടെ ബിൽഡിംഗ് ടൂൾസ് നമ്മൾ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്യാം. ഇൻസ്റ്റാൾ ആഡ് ഓൺ അവിടെയും ക്ലിക്ക് ചെയ്യാം. ഇവിടെ ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. സേവ് ആൻഡ് ലോഡ് ക്ലിക്ക് ചെയ്യാം. ക്ലോസ് ചെയ്യാം. കീബോർഡ് N പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ബിൽഡിംഗ് ടൂൾസ് ഇവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഈ ഡിഫോൾട്ട് എല്ലാ ക്യൂബും ലൈറ്റും ക്യാമറയും ഡിലീറ്റ് ചെയ്യാം. എക്സ് ഡിലീറ്റ്. അതിനുശേഷം നമ്മൾ കീബോർഡ് N പ്രസ് ചെയ്ത് ഇവിടെ ബിൽഡിംഗ് ടൂൾസ് നമ്മൾ നേരത്തെ ഇൻസ്റ്റാൾ ചെയ്ത ബിൽഡിംഗ് ടൂൾസ് ഉണ്ട് ഇവിടെ. അവിടെ ക്ലിക്ക് ചെയ്യാം. ക്രിയേറ്റ് ഫ്ലോർ പ്ലാന് ഒരെണ്ണം ക്രിയേറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് നമ്മൾ പ്രസ് ചെയ്യാം. ക്ലിക്ക് ചെയ്യാം. അതിൻ്റെ പാനലുണ്ട് ഇവിടെ. അത് ഓപ്പൺ ചെയ്യാം. അപ്പം ഈ ഡോർ ഓപ്പൺ ചെയ്യുക. അവിടെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. ഇവിടെ സർക്കുലർ, കോമ്പോസിറ്റ്, എച്ച് ഷേപ്പ്ഡ്, റാൻഡം തന്നെ പല ടൈപ്പുണ്ട്. ഇവിടെ ക്ലിക്ക് ചെയ്താൽ മതി. 1, 2, 3, 4 ടൈപ്പുണ്ട്. നമുക്ക് ഫസ്റ്റിലെ ടൈപ്പ് എടുക്കാം. 1 എടുക്കാം. ടാപ്പ് പ്രസ് ചെയ്ത് എഡിറ്റ് മോഡ് പോവാം. ഇവിടെ ഫേസ് സെലക്ട് ചെയ്യാം. ഇത് മൊത്തം സെലക്ട് ചെയ്യാം. ഒരു ഫ്ലോർ ആഡ് ചെയ്യാം. ഇവിടെ ഏഡ് ഫ്ലോർ ക്ലിക്ക് ചെയ്യാം. ഒരു കോളംസ് ആഡ് ചെയ്യണ ഇവിടെ ക്ലിക്ക് ചെയ്താൽ മതി. കോളംസ് കൂടെ ആഡ് ആയിട്ടുണ്ട്. പിന്നെ ഫ്ലോർ കൗണ്ടാണ്. എത്ര ഫ്ലോർ വേണമെങ്കിലും നമുക്ക് കൗണ്ട് കൂട്ടി കൊടുത്താൽ മതി. അമ്പരച്ചുംബികളായുള്ള ബിൽഡിങ്ങുകളൊക്കെ ഉണ്ടാക്കാനൊക്കെ വളരെ എളുപ്പത്തിൽ കഴിയും. ഇവിടെ കൗണ്ട് കൂട്ടി കൊടുത്താൽ മതി. നമുക്ക് തൽക്കാലം ഒരു 2 ഫ്ലോർ മതി. ഇവിടെ ഈ ഫേസ് സെലക്ട് ചെയ്യാം. ക്ലിക്ക് ചെയ്യാം. ഷിഫ്റ്റ് പ്രസ് ചെയ്ത ശേഷം ഈ ഒരു ഫേസും സെലക്ട് ചെയ്യാം. അതിനുശേഷം ഡോർ ആഡ് ചെയ്യാം. ഏഡ് ഡോർ ക്ലിക്ക് ചെയ്യാം. ഡബിൾ ഡോർ വേണമെങ്കിൽ ഇവിടെ ഡബിൾ ഡോർ ഇവിടെ ക്ലിക്ക് ചെയ്താൽ മതി. ആർച്ച് ആഡ് ചെയ്യണമെങ്കിൽ ക്ലിക്ക് ചെയ്താൽ മതി. ആർച്ചിൻ്റെ റെസൊല്യൂഷൻ കൂട്ടിക്കൊടുക്കാം. ഡോറിൻ്റെ ഫിൽ ടൈപ്പിന് വേണ്ടി ഇവിടെ ഓപ്പൺ ചെയ്യാം. ലോവർ ഗ്ലാസ് പാനൽ എല്ലാം ഉണ്ട്. നമുക്ക് ലോവർ കൊടുക്കാം. ഡോറിൻ്റെ ഡെപ്ത് അല്പം കൂട്ടിക്കൊടുക്കാം. ഫ്രെയിം ഡെപ്ത് അല്പം കൂട്ടിക്കൊടുക്കാം. ഇവിടെ സെലക്ട് ചെയ്യാം. ഈ ഒരു ഫേസ് സെലക്ട് ചെയ്യാം. ഈ ഒരു ഫേസും സെലക്ട് ചെയ്യാം. വിൻഡോസ് ആഡ് വിൻഡോ ക്ലിക്ക് ചെയ്യാം. വിൻഡോസിൻ്റെ ഡെപ്ത് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം.
ആർച്ച് ആഡ് ചെയ്യാം. റെസൊല്യൂഷൻ കൂടെ കൂട്ടി കൊടുക്കാം. ഹൈറ്റ് വേണം കുറയ്ക്കാം. മൂവ് ചെയ്യിക്കാൻ താഴോട്ട്. ഫിൽ ടൈപ്പ് ലോവർ കൊടുക്കാം. കൗണ്ട് വേണം കുറയ്ക്കാം. ഏറ്റവും ടോപ്പിലുള്ള ഫേസ് സെലക്ട് ചെയ്യാം. റൂഫ് എടുത്തെടുക്കാം. ആഡ് റൂഫ്. ഇവിടെ റൂഫ് ടൈപ്പാണ് ഹിപ്പ്, ഗേബിള്, ഫ്ലാറ്റ്. ഇത് വേണം നമുക്ക് കൊടുക്കാം. എന്നാൽ ഗേബിൾ കൊടുക്കാം. ഗേബിൾ ഓഫ്സെറ്റ് കൊടുക്കാം. നിങ്ങൾക്ക് ഇവിടെ സെലക്ട് ചെയ്യാം. വിൻഡോസ് ആഡ് ചെയ്ത് കൊടുക്കാം. വിൻഡോസിൻ്റെ കൗണ്ട് കൂട്ടി കൊടുക്കാം. ഇവിടെ സെലക്ട് ചെയ്യാം. വിൻഡോസ് ആഡ് ചെയ്യാം. കൗണ്ട് കുറയ്ക്കാം. ഈ രണ്ട് ഫേസും സെലക്ട് ചെയ്യാം. ആഡ് വിൻഡോസ്. ഇവിടെയും ഈ രണ്ട് ഫേസ് സെലക്ട് ചെയ്യാം. ആഡ് വിൻഡോസ്. ഇവിടെ വിൻഡോസ് ആഡ് ചെയ്തിട്ട് നമുക്കിവിടെ സർക്കിൾ ആക്കാം. ഡെപ്ത് അല്പം കൂട്ടി കൊടുക്കാം. നമുക്ക് ബാൽക്കണി ആഡ് ചെയ്യാം. ബാൽക്കണി ആഡ് ചെയ്യാൻ വേണ്ടി നമുക്കിവിടെ സെലക്ട് ചെയ്യാം. ആഡ് ബാൽക്കണി. ഇവിടെ റെയിലിംഗ് ഓഫ്സെറ്റ് 0.3 കൊടുക്കാം. 0.4 കൊടുക്കാം. സ്റ്റേസ് ആഡ് ചെയ്യാൻ വേണ്ടി നമ്മുടെ ഇവിടെ ഈ ഫേസ് സെലക്ട് ചെയ്യാം. ആഡ് സ്റ്റേസ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. വിഡ്ത്ത് കൂട്ടി കൊടുക്കാം. നമുക്കിവിടെ വിഡ്ത്തൊരു 4 മീറ്റർ കൊടുക്കാം. ഓക്കെ. നമ്മളെ വീട് ഇവിടെ റെഡി ഉണ്ട്. ഇനി നമുക്ക് ഇതിനൊക്കെ പെയിൻറ്റ് ചെയ്യാം. അതിനു വേണ്ടി ഇവിടെ മെറ്റീരിയൽ ടൂളിൽ ക്ലിക്ക് ചെയ്യാം. വാള് സെലക്ട് ചെയ്യാം. ഇവിടെ മെറ്റീരിയൽ പ്രിവ്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്യാം. വാൾ ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം താഴെ സെലക്ട് ചെയ്യാം. ഇവിടെ മെറ്റീരിയൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ന്യൂ. ഇനി പുതിയ മെറ്റീരിയൽ ആഡ് ചെയ്ത് കൊടുക്കാം. അത് അസൈൻ ചെയ്യാം. റൂഫ് സെലക്ട് ചെയ്യാം. റൂഫ് സെലക്ട് ചെയ്യാം. സെലക്ട്. ഒരു പുതിയ മെറ്റീരിയൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു പുതിയ കളർ കൊടുക്കാം. അത് അസൈൻ ചെയ്യാം. സ്ലാബ് സെലക്ട് ചെയ്യാം. സ്ലാബ് ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം സെലക്ട് ചെയ്യാം. ഒരു പുതിയ കളർ കൊടുക്കാം. അത് അസൈൻ ചെയ്യാം. കോളം സെലക്ട് ചെയ്യാം. കോളംസ് ക്ലിക്ക് ചെയ്യാം. സെലക്ട് ചെയ്യാം. ഈ ബ്ലൂ കളർ നമുക്ക് അസൈൻ ചെയ്യാം. ഒരു ക്ലിക്ക് ചെയ്യാം. സെലക്ട് ചെയ്യാം. ഒരു പുതിയ കളർ കൊടുക്കാം. മെറ്റാലിക് വാല്യൂ കൂട്ടി കൊടുക്കാം. റഫ്നെസ് കുറയ്ക്കാം. അസൈൻ ചെയ്യാം. ഫ്രെയിം സെലക്ട് ചെയ്യാം. ഫ്രെയിം ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം സെലക്ട് ചെയ്യാം. ഒരു കളർ കൊടുക്കാം.
അത് അസൈൻ ചെയ്യാം. കളർ വേണമെങ്കിൽ അല്പം മാറ്റി കൊടുക്കാം, ലൈറ്റായി കൊടുക്കാം, ചെറിയൊരു മാറ്റം വരുത്തി കൊടുക്കാം. ഡോർ ലോവേഴ്സിൻ്റെ സെലക്ട് ചെയ്യാം, ക്ലിക്ക് ചെയ്യാം, സെലക്ട് ചെയ്യാം. ഇതിലേതെങ്കിലും ഒരു കളർ നമുക്ക് അതിന് കൊടുക്കാം, അല്ലെങ്കിൽ ഒരു പുതിയ കളർ കൊടുക്കാം. അത് അസൈൻ ചെയ്യാം. വിൻഡോസിൻ്റെ ലോഗോസ് നമുക്ക് സെലക്ട് ചെയ്യാം. ഇവിടെ ഒരു കളർ നമുക്ക് അതിന് അസൈൻ ചെയ്യുക. സെലക്ട് ചെയ്യാം, അസൈൻ ചെയ്യാം. കളറിൽ ഒരു ചെറിയ മാറ്റം വരുത്താം. റൂഫ് ഹാംസ് സെലക്ട് ചെയ്യാം, സെലക്ട് ബ്ലൂ കളർ തന്നെ അസൈൻ ചെയ്യാം. ബാൽക്കണിയുടെ റെയിലിംഗ് പോസ്റ്റ് ക്ലിക്ക് ചെയ്യാം, സെലക്ട് ചെയ്യാം, ഒരു പുതിയ കളർ ആഡ് ചെയ്ത് കൊടുക്കാം. അത് അസൈൻ ചെയ്യാം. റെയിൽസ് സെലക്ട് ചെയ്യാം, സെലക്ട് ചെയ്യാം. ഇവിടെയുള്ള ഏതെങ്കിലും ഒരു കളർ നമുക്കതിനെ അസൈൻ ചെയ്ത് കൊടുക്കാം. റെയിൽ സെലക്ട് ചെയ്യാം, അതിനൊരു പുതിയ കളർ കൊടുക്കാം. സ്റ്റേഴ്സ് ക്ലിക്ക് ചെയ്യാം, സെലക്ട് ചെയ്യാം, ഒരു പുതിയ കളർ കൊടുക്കാം, അസൈൻ ചെയ്യാം. ടാപ്പർസ് ഒബ്ജക്റ്റ് മോഡ് പോവാം. ഷിഫ്റ്റ് മെഷ് പ്ലെയിൻ, ഒരു പ്ലെയിൻ ആഡ് ചെയ്യാം, സ്കെയിൽ ചെയ്യാം. വിൻഡോസ് സെലക്ട് ചെയ്ത ശേഷം വിൻഡോസ് ക്ലിക്ക് ചെയ്ത ശേഷം സെലക്ട് ചെയ്യാം. എന്നിട്ട് അതിൻ്റെ കളർ ചെറിയ മാറ്റം വരുത്താം. ഇവിടെ മെറ്റീരിയൽ സെലക്ട് ചെയ്യാം, അസൈൻ സെലക്ട് ചെയ്ത ശേഷം പുതിയൊരു കളർ ആഡ് ചെയ്ത് കൊടുക്കാം. പ്ലസ് ന്യൂ അസൈൻ, ഒരു യെല്ലോ കളർ ആഡ് ചെയ്തെടുക്കാം. ഇപ്പം ഡാർക്കായി കൊടുക്കാം. ഓക്കെ, ടാബ് പ്രസ് ചെയ്ത് ഒബ്ജക്റ്റ് മോഡ് പോകും. ഇങ്ങനെയാണ് ബിൽഡിംഗ് ടൂൾ ഉപയോഗിച്ച് മനോഹരമായ വീടുണ്ടാക്കുന്നത്. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.